രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ വേഗത്തിലാക്കാൻ കോൺഗ്രസിന് തീരുമാനം. മുതിർന്ന നേതാക്കളെ തന്നെ മത്സര രംഗത്തിറക്കി പരമാവധി മണ്ഡലങ്ങൾ പിടിക്കാനാണ് നീക്കം. കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി മറ്റാർക്കെങ്കിലും കൈമാറിയേക്കും. എത്രയും വേഗം സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വിജയസാധ്യത മാത്രം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് നീക്കം. സംസ്ഥാനങ്ങളിലെ പ്രധാന മുഖങ്ങൾ മത്സരരംഗത്തുണ്ടാകും. അതിന്റെ ഭാഗമായാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചത്. അശോക് ഗെഹ്ലോട്ട്, കമൽനാഥ് അടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് വിവരം. എന്നാൽ പലയിടത്തും തർക്കങ്ങൾ തുടരുകയാണ്. 58 പേരുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് ചർച്ചകൾ നടത്തിയതെങ്കിലും 39 സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ തുടരുകയാണ്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്നതിലും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുമെന്നാണ് സൂചന. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതെ പാർട്ടി ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.